എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അരിപ്പപ്പടം ഉണ്ടാക്കി. ഇന്ന് അതേപോലത്തെ കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വേറൊരു ഐറ്റമായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പൊന്നി പുഴുങ്ങലരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് 2 ഗ്ലാസ് 3 മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർന്നതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരി 3 മണിക്കൂർ കുതിർന്ന് കഴുകി അരച്ചെടുത്ത അരിമാവാണ് കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ അരയ്ക്കാം. എന്നിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. പിന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അപ്പോൾ ആ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എന്താ ഈ അരിമാവൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞു. ഇത് 2 3 4 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അടി കട്ടിയുള്ള പാത്രം ആയിരിക്കണം കേട്ടോ. ഈ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് കായം വെള്ളത്തിൽ കലക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു കട്ട കായം വെള്ളത്തിൽ കുതിർത്തി വെച്ച കായത്തിൻ്റെ. പിന്നീട് 1 സ്പൂണ് എള്ള്, 1 സ്പൂണ് എള്ള്, അതേപോലെ 1 സ്പൂണ് ജീരകം. ഇത് രണ്ടും കൂടി ഒന്ന് തിരുമ്പിയിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരും. അതിനാണ്. പിന്നീട് 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഒരു ചെറിയൊരു എരിവിന് ഞാൻ മുളക് പൊടി ചേർക്കാതെ ആദ്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടും ചെറിയൊരു എരിവും ഉണ്ടാവും. അപ്പോൾ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത്. ഇത് ഒരു വലിയ സ്പൂണിൽ 1 സ്പൂണ് എണ്ണ സ്റ്റവിൽ വെച്ചു. എണ്ണയും കൂടി ചേർത്തി കൊടുക്കാം. അതെന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നല്ലോണം അടുപ്പത്ത് വെച്ച് ഇളക്കി വറ്റിക്കണം. നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. അതിനനുസരിച്ച് കുറച്ചധികം ചേർക്കണം. കാരണം ഇത് വെള്ളമാകുമ്പോൾ കട്ടിയാകുമ്പോൾ ഒന്ന് കുറയും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അളവ് ഉപ്പ് ടേസ്റ്റ് ലേശം മുന്തി നിൽക്കണ മാതിരി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ അതാ നമുക്കിതിനിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. മാവ് വേവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം വറ്റൽ എന്നൊക്കെ പറയും. പലരും പല രീതിയിൽ പറയും. നമ്മൾ അരിക്കൊണ്ടാട്ടം എന്നാണ് പറയാറ്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിക്കൊണ്ടാട്ടം നല്ല പൊന്തി വരില്ല. നമ്മൾ ഇട്ട പോലെ എണ്ണയിലിട്ട് അതേപോലെ കിടക്കുമ്പോൾ നല്ലോണം മാവ് വേവണം. അപ്പോൾ വെള്ളം കുറയാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞാലോ അത് അമർക്കാനും പറ്റില്ല. നമുക്ക് സേമിക പീച്ചാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. അത് ഓരോ അരിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ പച്ചരിയിലും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റായി തോന്നുന്നത് പുഴുങ്ങലരിയിൽ ചെയ്യുമ്പോഴാണ്. അതായത് നമ്മുടെ മാവ് കണ്ടോ, അങ്ങനെ കണ്ടോ എല്ലാം അവിടെ വെന്ത് വരണം. അപ്പോൾ അത് നമുക്ക് വെള്ളം അങ്ങനെ വെന്ത പോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അപ്പോൾ തിളപ്പിച്ച വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ നമുക്ക് വെള്ളം കമ്മിയായി തോന്നുന്നത് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല വെന്ത് വന്ന പോലെ കണ്ടോ മാവ് കണ്ടോ ഈ മാതിരി ആവണം. നല്ല ഷൈനിങ് ആയിട്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറവായി തോന്നുകയാണ് അങ്ങനെ മാവ് വേവാത്ത ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തിളച്ച വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അല്ല ഇതിപ്പോൾ നല്ലോണം കറക്റ്റ് വെന്തായിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. ഇല്ല ഈ പരുവത്തിലാണ് മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെന്തില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പൊരിഞ്ഞ് വരില്ല, നമ്മുടെ കൊണ്ടാട്ടം പൊങ്ങി വരില്ല. ഇത് 10 മിനിറ്റാണ് കേട്ടോ ഞാൻ ഇളക്കിയിരിക്കുന്നത്. ആകെ
10 മിനിറ്റ് കൊണ്ട് അത് തയ്യാറായി. അതേപോലെ കുറച്ച് നീളമുള്ള ചട്ടുക എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കയ്യിലേക്ക് ആവി വരും. അപ്പോൾ അതിന് നീളമുള്ള കയ്യിലെടുത്ത് കഴിഞ്ഞാൽ, ചട്ടുക എടുത്തു കഴിഞ്ഞാൽ കയ്യിലേക്ക് ആവിയൊന്നും വരില്ല. സിമ്പിൾ, ഈസിയാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് എണ്ണ തടവാം കേട്ടോ, പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട്, ഒട്ടി പിടിക്കാതിരിക്കാനാണ്. ഞാൻ മുറുക്കിൻ്റെ അച്ചാണ് കേട്ടോ എടുക്കുന്നത്. അതിൽ 3 എണ്ണം തേൻകോഴിൽ അങ്ങനത്തെ അതിലും ചെയ്യാം, ഏത് അച്ചിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ മുറുക്കിൻ്റെ ഒറ്റ ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇരിക്കുന്നു. ഇതിൻ്റെ മേലെ ഒരു അച്ചിട്ടുണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരു അച്ചിട്ടാൽ മതി. പിന്നീട് ഒരു ഫൈബറിൻ്റെ ഒരു ഇത് കട്ട് ചെയ്തത് അതും കൂടി ഇതിൽ ഇടുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ മാവ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ട്രിക്കാണ്. ഇത് സേമിയ ഉണ്ടാക്കുമ്പോഴും എല്ലാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാവ് നമ്മൾ ഇതിൽ അമർത്തുമ്പോൾ പകുതി മാവ് പുറത്തേക്ക് വരാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഒട്ടും പുറത്തേക്ക് വരില്ല. ഇതൊരു ഫൈബറിൻ്റെ പീസാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു സ്റ്റീൽ തട്ടിൽ ഇത് പെട്ടെന്ന് ചൂടാവും, അതിന് വേണ്ടിയിട്ട് ഒരു തട്ടിൽ ചെയ്യാണ്. പിന്നെ ഞാൻ തുണിയിലാണ് ചെയ്യുന്നത്, ഒന്ന് തട്ടിൽ ചെയ്യണമെന്ന് മാത്രം. അതേമാതിരി ചുടുക്കനെ ചെയ്യുകൊണ്ട് ഞാനൊരു ടവല് പിടിച്ചിട്ടുണ്ട്. തണുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, പെട്ടെന്നാവും ചുടുക്കനെ ആവുമ്പോൾ. അപ്പോൾ ഞാനിത് ചൂടുള്ളതുകൊണ്ട് ഈ ടവല് കയ്യിൽ സപ്പോർട്ട് ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈസിയാണ്, പെട്ടെന്നാവും, ഒരു വിധിയില്ല. ഇങ്ങനെ ഇതൊക്കെ ഉണങ്ങുമ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ പ്ലേറ്റിൽ ആദ്യം എണ്ണ തടവിയിട്ടുണ്ട്. അപ്പോൾ ഈ വെയിലത്ത് വെക്കുമ്പോൾ സ്റ്റീൽ പ്ലേറ്റ് പെട്ടെന്ന് ചൂടാകുമ്പോൾ നമ്മളതും വേഗം ചൂടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലേറ്റിൽ ചെയ്തത്. ഇത് ഒരു വൃത്തിയുള്ള തുണിയിലും ചെയ്യാം കേട്ടോ. അത് ഒരു തുണിയിൽ ടർക്കി ടവലിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നല്ല കോട്ടൺ മുണ്ടിലാണെങ്കിലും കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് അമർത്തി പോയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ മേലേക്ക് ഒട്ടും പൊന്തി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കണ്ട, അല്ലെങ്കിൽ കുറേ മാവ് ഇങ്ങോട്ട് മുകളിൽ പൊന്തി വരും. ഇപ്പോൾ ഞാൻ ഈ തട്ട് ഇടാതെ ആയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തട്ട് ഇട്ടിട്ട് ഇതിട്ട് ഉണ്ടാക്കുമ്പോൾ ലേശം മാവ് പൊന്തി വന്നില്ല. ഇനിയിപ്പോൾ ഇത് ഇടാതെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് തുറന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ കണ്ടോ കുറേ മാവ് പിടിച്ചു. ഇത് 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്ക് ഇതുവരെ മാവ് വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ തട്ടിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫൈബറിൻ്റെ തട്ടിട്ടിട്ട് ഇങ്ങനെ ഇതാവണം, ഇങ്ങനെ ലൂസായിട്ടുള്ള ഇങ്ങനത്തെ തട്ടാവണം കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര ടിപ്പാണ് കേട്ടോ. ഇത് സേമിക ഉണ്ടാക്കുമ്പോഴും ഒക്കെ അത് ഇങ്ങനെ ഇപ്പോഴത്തെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആവുക കാരണം ഇത് ടച്ചാവാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു സേമിക ഉണ്ടാക്കുന്ന ഒരു അച്ച് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും മാവ് പൊന്തി വരില്ല മേലേക്ക്. അതാ നമ്മൾ രാവിലെ ഉണക്കാൻ വെച്ച ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കാരണം ശരിക്കും ക്ലിയറായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് മുളക് പൊടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളിതാ കൊണ്ടാട്ടം 2 എരിവുള്ളതും അത് മുമ്പ് ഉണ്ടാക്കിയതാണ് എരിവില്ലാത്തത്. അത് രണ്ടും കുറേശ്ശെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് കാറ്റ് വെക്കാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. നിറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ പൊരിഞ്ഞ് വരണം, അപ്പോഴാണ് നല്ല സ്മൂത്താവുക. അല്ലെങ്കിൽ കടിക്കുമ്പോൾ ഉള്ളിലൊക്കെ നല്ലോണം ഉണങ്ങും വേണം കേട്ടോ. ഉണങ്ങിയില്ലെങ്കിൽ കടിക്കുമ്പോൾ ഇങ്ങനെ പല്ലിലൊട്ടും. ഇത് ചോറ് അരച്ചിട്ടും ചെയ്യാം. വെറുതെ നമുക്കിങ്ങനെ വിരകി ഉണ്ടാക്കാൻ വയ്യാത്തവർക്ക് നമ്മൾ ചോറ് ഉണ്ടാവുമല്ലോ, ചോറ് അരച്ചിട്ട് ഇതേപോലെ എള്ളും ജീരകമൊക്കെ കൂട്ടി മുളക് പൊടിയോ കായൊക്കെ കൂട്ടിയിട്ട്
നമ്മുടെ സേവകനാഴിയിൽ മുറുക്കിൻ്റെ ഇതിൽ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഇങ്ങനെ അമർത്തിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിലും ചെയ്യാം കേട്ടോ. ഇനി വിരകി ഇതാവാൻ വയ്യാത്തവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പർ അരിക്കൊണ്ടാട്ടം റെഡി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.